നമസ്കാരം ശ്രീ നിതീഷ്. നിതീഷ്, ഈ നമസ്കാരം. തന്റെ നേരെ സൈബർ ആക്രമണം നടത്തുന്നവരെ വളരെ രൂക്ഷമായ ഭാഷയിൽ പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് എന്നൊക്കെ വിമർശിച്ചിരിക്കുകയാണ് ജി സുധാകരൻ. എങ്ങനെ നോക്കിക്കാണുന്നു? ശ്രീ ജി സുധാകരനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സൈബർ ഇടത്തിൽ ആക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. അത് പുറത്തുനിന്ന് ആരുമല്ല. ആ പാർട്ടിയുടെ സൈബർ പോരാളികൾ. അവർക്കൊരു പ്രത്യേക പേരുണ്ട്. അവർ കടന്നലുകൾ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ആ കടന്നലുകളുടെ കുത്ത് തന്നെയാണ് ശ്രീ ജി സുധാകരന് കൊള്ളുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ജി സുധാകരനെ പോലെ ആ പാർട്ടിക്ക് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയ, ജി സുധാകരന് പോലെ SFIയിലൂടെ പ്രവർത്തിച്ചു വന്ന് ഡിവൈഎഫ്ഐയുടെ നേതാവായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവായ ഒരു മനുഷ്യനെ ഈ രീതിയിൽ ആക്ഷേപിക്കുന്നത് പുറത്തുനിന്ന് ആരുമല്ല. നമുക്കറിയാം ജി സുധാകരനെ കുറിച്ച് ഈ നാട്ടിലെതിരെ അദ്ദേഹത്തെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് വലിയ ബഹുമാനമുള്ളവരാണ് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ആ മനുഷ്യനെ പോലും ഇത്ര നീചമായി സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നു, സൈബർ ഇടത്തിൽ അപമാനിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഒരു നേർചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സൈബർ പോരാളികൾ എന്നൊരു ഗ്രൂപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. പക്ഷേ താങ്കൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവരെ കടന്നലുകളൊന്നും വെട്ടുകിളികളെന്നും ഒക്കെ പറയും. ജി സുധാകരൻ അല്ല, അല്ലെങ്കിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു വ്യക്തി സൈബർ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആര് പറഞ്ഞാലും ഈ വെട്ടുകിളികൾ അല്ലെങ്കിൽ കടന്നലുകൾ പറന്നെടുക്കാറുണ്ട്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എന്നുള്ളതല്ല, അവർ രാഷ്ട്രീയമായി വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്ന മുഴുവൻ ആളുകൾക്ക് നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരാവട്ടെ അല്ലാത്തവരാവട്ടെ അവർക്കെതിരായ അഭിപ്രായം പറയുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശ്രീമതി ഉമാ തോമസ്. അവർക്ക് ഏറ്റവും വലിയൊരു അപകടം സംഭവിച്ചു കലൂരിൽ. ആ ഒരു അവർ ആ സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണു. ആ ദൃശ്യം നമ്മളൊക്കെ ഒരുപാട് ഭീതിപ്പെടുത്തിയതാണ്. അവിടെ നിന്ന് അവരെ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു വാർത്ത ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നപ്പോ ആ വാർത്തക്കടിയിൽ വന്ന കമന്റുകൾ നമ്മൾ കാണേണ്ട, അതിന് സ്മൈലി ഇട്ട ആളുകളുണ്ട്. ആ വാർത്തക്കടിയിൽ വന്ന കമന്റുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആ ഭൂരിഭാഗം കമന്റുകളും വന്നത് ഒരു ഭാഗത്തു നിന്നാണ്. മുമ്പ് എപ്പോഴോ ഒരു സമരവുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിച്ച ഒരു വാക്ക് അതിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് അവരെ വളരെ, നമുക്കറിയാം അവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് അവർ ആ സമയത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര നീചമായി അതിനെ ചിരിച്ചുകൊണ്ട് അത്ര നീചമായി അവര് ആ സൈബർ അറ്റാക്ക് നടത്തുകയാണ് ഉണ്ടായത്. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഓരോരുത്തരെയും നമുക്ക് കേരളയിലുമായി ബന്ധപ്പെട്ട സമരങ്ങൾ കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള സാംസ്കാരിക മേഖലയിലുള്ള ആളുകളെല്ലാം വളരെ കൃത്യമായി അവരുടെ നിലപാടുകൾ പറഞ്ഞു. ഇപ്പൊ ബഹുമാന്യനായ കവി റഫീഖ് അഹമ്മദ്, അദ്ദേഹം കൃത്യമായി, നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ്, അദ്ദേഹം ഒരു ഇടതുപക്ഷ മനോഭാവമുള്ള ആളാണെന്നുള്ള അറിയാത്ത ആളുകളല്ല കേരളത്തിലുള്ള ആളുകൾ. ആ റഫീഖ് അഹമ്മദിന്റെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലുണ്ടായ അദ്ദേഹത്തോടുള്ള സൈബർ അറ്റാക്ക് ഞാനും നിങ്ങളും കണ്ടതാ. ശ്രീമാൻ കാരശ്ശേരി ഇതുപോലെയുള്ള വലിയ സൈബർ അറ്റാക്കിന് വിധേയനായതാണ്. അപ്പൊ ഇത് ഒരു ഇന്ന് സുധാകരൻ അത് കിട്ടിയപ്പോ അദ്ദേഹത്തിന് അത് കൊണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അദ്ദേഹത്തെ പോലും, ജി സുധാകരനെ പോലും വെറുതെ വിടാത്ത രീതിയിൽ സ്വന്തം പാളയത്തിലുള്ള ആളുകൾ പോലും തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ, തങ്ങൾക്ക് എതിരായി എന്നുള്ളതല്ല, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ തങ്ങളുടെ ഇംഗിതത്തിന് അനുസരിക്കാത്ത ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് വന്നാൽ അവരെ പോലും വെറുതെ വിടാത്ത രീതിയിലേക്ക് കയറൂരിവിട്ടിരിക്കുകയാണ് കേരളത്തിലെ സൈബർ കടന്നലുകൾ എന്ന് പറയുന്ന CPM-ന്റെ ഈ സൈബർ കൂട്ടത്തെ. ജി സുധാകരൻ കൃത്യമായി പറഞ്ഞു, പാർട്ടിക്ക് അങ്ങനെ ഒരു സേന ഇല്ല. പക്ഷെ ആ സേനയെ തള്ളിപ്പറയാൻ കേരളത്തിലെ ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാണോ? ആ കടന്നലുകളെ തള്ളിപ്പറയാൻ ജി സുധാകരൻ ഒരു പക്ഷെ സാധിച്ചേക്കാം. പക്ഷെ പിണറായി വിജയനോ MV ഗോവിന്ദനോ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിനോ SFIയുടെ നേതൃത്വത്തിനോ അങ്ങനെ സൈബർ കടന്നലുകളെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇവരുടെ തോന്നിവാസത്തിന് ലൈക്ക് അടിക്കുകയും അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്യുകയും അവർക്ക് ഇഷ്ടപ്പെടാത്ത, അവരുടെ അഭിപ്രായത്തിന് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ അഭിപ്രായം രേഖപ്പെടുത്തുന്നവരെ ഈ രീതിയിൽ സൈബർ ലിഞ്ചിങ്ങിന് വിധേയരാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ക്രിമിനൽ സംഘം. ജി സുധാകരൻ തന്നെ പറഞ്ഞല്ലോ, അവരൊക്കെ കള്ളപ്പേരിലാണ് അറിയപ്പെടുന്നത് എന്ന്. ഫേക്ക് ഐഡികളിലൂടെ വന്ന് ഇത്തരം ആളുകളെ തേജോവധം ചെയ്യുന്ന ഒരു സംഘമായി കേരളത്തിലെ SFI ഈ പറയുന്ന സൈബർ കടന്നലുകൾ മാറിയിരിക്കുകയാണ്. അദ്ദേഹം എടുത്തു പറഞ്ഞ അമ്പലപ്പുഴയിലും പരിസരത്തുമുള്ള 10-15 പേരാണ് ഇതിന് പിന്നിലെന്നൊക്കെ. അപ്പോൾ ആ വ്യക്തികളെയും സുധാകരൻ എന്തായാലും അറിയാമായിരിക്കും. സുധാകരൻ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, താൻ പിണറായി വിരുദ്ധനല്ല എന്നുള്ളതാണ്.
പക്ഷെ പിണറായി വിരുദ്ധൻ എന്നൊരു ഇമേജ് സുധാകരന് ചാർത്തി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ സൈബർ അറ്റാക്ക്? ഒരു പരിധി വരെ അത് യാഥാർത്ഥ്യമായിരിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സുധാകരൻ അഭിപ്രായം സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഒരു ഭരണകൂടത്തിനെതിരെ അവരെ സുഖിപ്പിക്കൽ മാത്രമല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് കേരളം ഭരിച്ചിരുന്ന സമയത്ത് എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തം പാളയത്തിൽ തന്നെ. നമുക്കറിയാവുന്നതല്ലേ. എത്ര ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം, അത് ജനാധിപത്യത്തിൽ ഒരു സ്പേസ് ആണല്ലോ. സ്വന്തം പാർട്ടിയെ വിമർശിക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും ഞങ്ങളാരും കാണുന്നില്ല. അങ്ങനെ വിമർശിക്കാനുള്ള സ്പേസ് എല്ലാവർക്കും ഇതിനകത്തില്ലേ? എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു വിമർശനം വരുമ്പോ ഇപ്പൊ കേരളത്തിലെ പിന്നെ KPEC സംഘടിപ്പിച്ച ഒരു സെമിനാറിനകത്ത് സുധാകരൻ പങ്കെടുത്തു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിനകത്ത് അങ്ങനെ എത്രയോ സെമിനാറുകളിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ വേദി പങ്കിട്ടിരിക്കുന്നു. ഏതെല്ലാം രീതിയിലുള്ള, നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര സെമിനാറുകൾ കേരളത്തിനകത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സെമിനാറുകളിലൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം നടത്തിയാൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയം. അപ്പൊ അതിനൊക്കെ പരസ്പരം വേദി പങ്കിടുക എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കാലങ്ങളായിട്ടുണ്ടായിരുന്ന നൈതികതയായിരുന്നു. ആ നൈതികതയെ പോലും റദ്ദ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത്തരം സൈബർ പോരാളികൾ കേരളത്തിലെ രാഷ്ട്രീയത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതൊരു ഫാസിസ്റ്റ് മനോഭാവമാണ്. ഞങ്ങൾ മാത്രം മതി, ഞങ്ങൾ തീരുമാനിക്കുന്നത് നടന്നാൽ മതി, ഇവിടെ മറ്റാർക്കും സ്പേസ് ഇല്ല, ഇവിടെ ഞങ്ങൾ പറയുന്നതാണ് ശരി, മറ്റാര് പറയുന്നതും ശരിയല്ല, ഈ രീതിയിൽ സ്ഥാപിച്ചെടുക്കുന്ന രീതിയിലേക്ക് ഒരു ഫാസിസ്റ്റ് മനോഭാവം കേരളത്തിലെ സൈബർ ഇടങ്ങളിലെങ്കിലും സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ആദ്യത്തെ ഇരയല്ല സുധാകരൻ എന്നുള്ളതാണ് വസ്തുത. അതിന്റെ അവസാനത്തെ ഇരയും സുധാകരൻ അല്ല എന്നുള്ളതും കൂടി നമ്മൾ ഈ അവസരത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്. ശ്രീ നിതീഷ്, ഒരു കാര്യം കൂടി, കാരണം ഈ ഇപ്പൊ താങ്കൾ KPCC പരിപാടിയിൽ സുധാകരൻ പങ്കെടുത്തതിനെ പറഞ്ഞല്ലോ. കാരണം അത് സ്വാഭാവികമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, വളരെ ആരോഗ്യകരമായി. അല്ലെങ്കിൽ ഗാന്ധിജിയെ കുറിച്ചാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് എന്നൊക്കെ സുധാകരൻ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും അസഹിഷ്ണുത? അത് ഈ CPM-ന്റെ മാത്രം ഒരവസ്ഥയായി, മാനസികാവസ്ഥയായി മാറുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത്രയും അസഹിഷ്ണുത വരുന്നു എന്നുള്ളതാണ്. മറ്റൊരു പാർട്ടിയുടെ പരിപാടിയിൽ ഇപ്പുറത്തൊരു പാർട്ടിയിലെ നേതാവ് പോയി പങ്കെടുത്താൽ എന്തിനിങ്ങനെ ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അസഹിഷ്ണുത എന്ന് പറയുന്നത് അവരുടെ ഒരു മുഖമുദ്രയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, അവരുടെ ഒരു രാഷ്ട്രീയം തന്നെയാണ് ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത്. അവരൊരു ഭാഗത്ത് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കും, അവരൊരു ഭാഗത്ത് അവരുടെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കണം എന്ന് പറയും, എന്നിട്ട് അവർ തന്നെ ഇതിനെ തല്ലി ഒതുക്കാൻ വേണ്ടി നേതൃത്വം നൽകും. അവർ തന്നെ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കും, അവർ തന്നെ ജനാധിപത്യ ദംശനത്തിന് നേതൃത്വം നൽകും. ഇതൊക്കെ കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലുള്ള ചില കലാപരിപാടികളാണ്. അതിനൊന്നും പുതുമയില്ല. പക്ഷേ ഇത്രമാത്രം അസഹിഷ്ണുത അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അത് അവരുടെ മുഖമുദ്രയാണെങ്കിലും, ഇത്രമാത്രം അത് മറ നീക്കി പുറത്തു വന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇന്ന് സൈബറിടം ഇത്രയേറെ വികസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും സൈബറിടത്തിന് അനുസൃതമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ അത് മറ നീക്കി പുറത്തു വരുന്നു, അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അത് പുറത്തു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അസഹിഷ്ണുത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖമുദ്രയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അവർക്ക് അവരുടേതല്ലാത്ത എല്ലാത്തിനെയും അവർ നിരാകരിക്കുന്ന, അവരുടേതല്ലാത്ത ഒന്നിനെയും അവർ അംഗീകരിക്കാത്ത ഒരു കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണ്ട് മുതലേ ഉള്ളതാണ്. അത് ഈ സൈബർ കടന്നലുകളിലൂടെ അത് വലിയ വർദ്ധിത വീര്യത്തോടു കൂടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി, കാരണം VD സതീശൻ ആ പരിപാടിയിൽ പറഞ്ഞത് ഈ സുധാകരൻ പ്രത്യയശാസ്ത്രത്തിന്റെ തടവുകാരനാവാത്തയാൾ എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പറച്ചിലും ഈ സൈബർ സഖാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നു. അത് മാത്രമൊന്നുമല്ല, ഞാൻ അങ്ങനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പിന്നെ സുധാകരനെ കുറിച്ച് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ ഒരു രീതി, അദ്ദേഹം വെട്ടി തുറന്ന അഭിപ്രായങ്ങൾ പറയുന്ന, ആരെയും ഭയക്കാത്ത ഒരു ജെന്യൂൻ ആയ ഒരു മനുഷ്യനാണ് സുധാകരൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഭരണത്തിലിരിക്കുന്ന, മന്ത്രിയായിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റിനെ, അല്ലെങ്കിൽ അദ്ദേഹം എന്ന വ്യക്തിയെ വളരെ പിന്നെ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്നവരായിരുന്നു പ്രതിപക്ഷ ബെഞ്ചിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും. അദ്ദേഹം അതേ ബഹുമാനം അവർക്ക് തിരിച്ചു നൽകാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷ പല സമയത്ത് ചിലപ്പോൾ കടുത്തതായി പോവാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിൽ, അത് പ്രതിപക്ഷത്തോട് മാത്രമല്ല, അത് സ്വപക്ഷത്തോടും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശൈലിയാണ്. ആ ശൈലി അറിയാത്ത ആളുകളല്ലല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു, സമീപകാലത്ത് ചില അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അവർക്ക് അനഭിമതനാണ്. അതാണ് പ്രശ്നം.
അങ്ങനെ അനഭിമതനായ ഒരാളെ ഞാൻ ഒരു കാര്യത്തിൽ എനിക്കൊരു ആശ്വാസമുണ്ട്. കാരണം അദ്ദേഹം ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ കായികമായി നേരിടാൻ ഇവർ ഈ സമയം വരെ ശ്രമിച്ചിട്ടില്ല. നാളെ ഒരുപക്ഷെ അതിനും ഇവർ തയ്യാറായേക്കാവുന്ന ഒരു ഭയം കൂടി എനിക്കുണ്ട്. കാരണം അവരുടെ ചരിത്രം അതാണ്. കാരണം അവർക്ക് അനഭിമതനായിട്ടുള്ള ഒരാളുണ്ട് എങ്കിൽ അത് ഏത് വിധേനയും അയാളെ ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു സമീപനം അവരുടെ കയ്യിലുള്ളതാണ്. അത് ഈ കാലഘട്ടത്തിൽ അത് സൈബർ ഇടത്തിലാണെങ്കിൽ ആ രീതിയിൽ അത് ആ സൈബർ ഇടത്തിൽ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ട് നിശബ്ദരാക്കാമെന്ന് പറയുന്ന ഒരു രീതിയാണ് കാലങ്ങളായി ഇപ്പൊ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.